കയ്യൊക്കുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തവരാമനുണ്ട്. ഈ മണ്ണ് നിന്റേത് മാത്രമല്ല, എന്റെയും മണ്ണാണ്, എന്റെ രാമപുരം. ഞാൻ ഒരൊറ്റ വിളി വിളിച്ചാൽ മതി, ഈ രാമപുരം മുഴുവൻ ഇവിടെ വരും. കാണണോ നിനക്ക്? ആ നോക്കടാ. നീ കാഞ്ചി വലിക്കും, സമ്മതിച്ചു. പക്ഷേ പിന്നെ ഈ തോക്ക് പിടിക്കാൻ നിന്റെ 2 കൈകളും ബാക്കിയുണ്ടാവില്ല. ഇവരിൽ ഒരാൾ മതി. നിന്റെ 2 കൈകളും വെട്ടി മണ്ണിലിടും. പിന്നെ നിന്നെ ജീവനോടെ ഈ മണ്ണി കുഴിച്ചു മൂടും. കാണണോ? അത് വേണോന്ന്. പടയ്ക്ക് വരുമ്പോൾ മറുവശത്ത് ഈ അച്യുതൻ നമ്പ്യാരാണെന്ന് നീ ഓർക്കണമായിരുന്നു. നിന്റെ ഉള്ളിലെ പക എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടും ഇത്രയും കാലം നിന്നെ വെറുതെ വിട്ടത് എന്റെ ക്ഷമ കൊണ്ടാണ്. ഇനി എന്റെ കുടുംബത്തിലെ ആരുടെയെങ്കിലും മേൽ നിന്റെ നിഴല് വീണെന്ന് ഞാൻ അറിഞ്ഞാൽ നമ്പ്യാര് തിരിച്ചടിക്കും. ആ അടിയുടെ ആഘാതം താങ്ങാനുള്ള കെൽപ്പ് നിനക്കുണ്ടാവില്ല രാമനുണ്ണി. ഇനി നമ്മൾ തമ്മിൽ നേർക്കുനേരെ കാണാനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ പിന്നെ അച്യുതൻ നമ്പ്യാർ മറുപടി പറയുന്നത് വാക്കുകൊണ്ടായിരിക്കില്ല. കേട്ടോടാ? ആ പണിക്കാരൊക്കെ ചെല്ല്, പണി നടക്കട്ടെ. വേഗം ചെന്ന് തടവെടുക്ക്. പോട്ടേടാ പൊന്നു മോനെ രാമനുണ്ണി.